ദേവത കണ്ടേൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിലെ പാട്ടുകളെ കുറിച്ച് പറയണം. ദേവയായിരുന്നു അതിൻ്റെ സംഗീത സംവിധാനം. അതിലെ എല്ലാ പാട്ടുകളും അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഇന്നും നമ്മളെല്ലാം യൂട്യൂബിലൊക്കെ റിപ്പീറ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. ഇതിൻ്റെ സംവിധായകൻ ഭൂപതി പാണ്ഡ്യൻ. ഇദ്ദേഹം ശരിക്കും ധനുഷിൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ട്, അതായത് ധനുഷിൻ്റെ തുള്ളുവത ഇളമ എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. ധനുഷ് അതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ സിനിമകളൊക്കെ ചെയ്ത് അവസാനം എനിക്ക് തോന്നുന്നു 6-7 സിനിമകൾക്ക് ശേഷമാണ് 2005 പൊങ്കലിനാണ് ദേവത കണ്ടേൻ തിയേറ്ററിൽ എത്തുന്നത്. അന്ന് ശരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ആളുകളുടെ ഇടയിൽ ചർച്ചയായെങ്കിലും ഈ സിനിമ അന്ന് അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നായില്ല. കാരണം അതിൻ്റെ ഒപ്പം ഇറങ്ങിയത് നമ്മുടെ ദളപതി വിജയുടെ തിരുപ്പാച്ചി, ശരത് കുമാറിൻ്റെ അയ്യ, ഇങ്ങനെ കുറച്ച് സിനിമകൾ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അത് അങ്ങനെ വലിയൊരു സൂപ്പർ ഹിറ്റുകളിലേക്ക് പോയില്ല. പക്ഷേ പിന്നീട് ടി വിയിലും ഒക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ട് ആളുകൾ ഇപ്പോൾ ആ സിനിമയെക്കുറിച്ച് കുറേ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര കുറ്റവാളി കാണാത്തവർ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണാം. ദേവത കണ്ടേൻ കാണാത്തവർ സിനിമ യൂട്യൂബിലുണ്ട്, ഒരുപാട് OTT പ്ലാറ്റ്ഫോംസിലുണ്ട്. അപ്പോൾ 2 സിനിമകളും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പുതിയ അറിവുകളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുക. പുതിയ ചില സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.